ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. ആദ്യം തന്നെ നമ്മൾ അരി കഴുകി അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പാലക്കാടൻ മട്ടയരിയാണ്. നമ്മളിവിടെ കുക്കറിലാണ് ചോറ് വെക്കാറ്. അപ്പോൾ അരിയൊക്കെ അടുപ്പിലാക്കി അതേസമയം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് തലേദിവസം കണ്ടിച്ച് വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ കുറച്ച് ജോലി കുറഞ്ഞിരിക്കുമല്ലോ. പിന്നെ അതിന് കൂടെ തന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് തോരനും കൂടി അങ്ങനെ അതൊന്ന് ചൂടാക്കി എടുത്തു. കൂടെ തന്നെ നമ്മൾ കുറച്ച് മീൻ വറുക്കാനായിട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാനായിട്ടുള്ള മസാലയും കൂടെ നമുക്ക് തയ്യാറാക്കാം. മസാലയും കൂടെ തയ്യാറാക്കി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് അരപ്പ് പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മളിന്ന് അയല തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് കുടമ്പുളിയും തക്കാളിയിട്ട് മീൻകറിയാണ് വെക്കുന്നത്. മാങ്ങ ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതേസമയം തന്നെ നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഊണിന് ഇന്ന് ഇതൊക്കെയാണ് കറികൾ. നമ്മുടെ ഊണിന് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് നല്ല മട്ടയരിയുടെ ചോറും നല്ല തേങ്ങ അരച്ച അയലക്കറിയും. ഏത് മീനായാലും എനിക്ക് അതിൻ്റെ തല കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് തോരനും മീൻ വറുത്തതും മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. സത്യം പറയാലോ, മീൻകറിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു.